ഇതെന്ത് പടി ഇത്? ഇതിനോട് വാരിപ്പറക്കി നീ അങ്ങോട്ട് വേണം പുറപ്പാടാ. ഇനി ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ജീവിക്കത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഇനി ഒരു വീടായാലും അങ്ങനെയൊക്കെയാ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും. അതിന് പ്രത്യേകിച്ച് ഞാൻ എന്താ തന്നെ പറഞ്ഞു? നിങ്ങളൊന്നും എന്നെ പറഞ്ഞില്ലല്ലേ? എടി എടുത്തിയാട്ടം നിനക്ക് നല്ലതല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. എടുത്തുചാട്ടം ഒന്നും അല്ല ഇത്. ഞാൻ പോകുമെന്ന് പറഞ്ഞാ പോകും. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. നീ മോനെ ഇവിടെ നിർത്തിയിട്ടല്ലേ പോകൂ? അയ്യടാ, മോനെ ഞാൻ ഇവിടെ നിർത്തത്തില്ല. മോനെ ഞാൻ കൊണ്ടുപോകും. അയ്യോ എടി, അപ്പൊ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവത്തില്ലേ? നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, എന്നാലേ എന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ആഹാരകാര്യമൊക്കെ പെട്ടെന്ന് ഒരാളെ കണ്ടെത്തി കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര താമസം വരും. ഓ, ഞാൻ പോകാൻ നോക്കിയിരിക്കുകയായിരിക്കും. ഇപ്പൊ നീ ഇറങ്ങിപ്പോയാ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്ക് ആഹാരമൊന്നുമില്ല. വേണമെങ്കിൽ തന്നെത്താനെ എങ്ങോട്ട് ഉണ്ടാക്കി തരും. രാവിലെ ഞാൻ പോയി കുറച്ച് കപ്പയും മീനും മേടിച്ചു വന്നിട്ടുണ്ട്. കുടമ്പുളിയിട്ട് മീൻകറിയും വെച്ച് ആ കപ്പയൊന്ന് കഴിച്ചായിരുന്നെങ്കിൽ തിന്നേച്ച് പോകായിരുന്നു. എന്തോ മീനാ നിങ്ങൾ വാങ്ങിച്ചേ? അത് നിനക്ക് ഇഷ്ടപ്പെട്ട തളമീനാ വാങ്ങിച്ചത്. എന്നാ കപ്പയും മീൻകറിയും വെച്ച് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞു. ഇനി ഉച്ച കഴിഞ്ഞ് നീ പോയി കഴിഞ്ഞാൽ വൈകിട്ടത്തെ ആഹാരത്തിന്റെ കാര്യം പ്രശ്നമാവുമല്ലോ. നിങ്ങൾ എവിടുന്നേലും കഴിക്കും, ഞാൻ എന്തോ വേണം? എന്നാ പുറത്തുനിന്ന് കഴിച്ച സെക്കൻഡ് ഷോ ഒക്കെ കണ്ടുവരാം. എന്നാ ഞാൻ കൂടെ വരുന്നു. പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടേ സെക്കൻഡ് ഷോ കണ്ടിട്ടേ നാളെ ഞാൻ പൊക്കോളാം. അപ്പൊ നീ പിണങ്ങി പോയില്ലേ? പിണങ്ങി പോവാ. ഒരു ദിവസത്തിന് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ വീണ്ടും പ്രശ്നമാവുമല്ലോ. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ഒറ്റയ്ക്കാവും. പെട്ടെന്ന് ഒരാളെ എവിടുന്നാ കണ്ടെത്തുന്നത്? പെട്ടെന്ന് ഒരാളെ കണ്ടെത്തില്ലെങ്കിലുണ്ടല്ലോ കൂട്ടിനാരും ഇല്ലാതായി പോകും. അങ്ങനെ ഇപ്പൊ ഞാൻ പോയിട്ട് നിങ്ങൾ വേറൊരാളെ കൊണ്ടൊന്ന് സൂയിക്കണ്ട. ഞാനിപ്പോ പോണില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ഭർത്താവിനോട് പിണങ്ങി എടുത്തു ചാടി തന്റെ വീട്ടിൽ പോകുന്ന സ്ത്രീകൾ. പുറത്തുനിന്ന് ഒരു നേരത്തെ ആഹാരം, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്, അല്ലെങ്കിൽ ഒരു സിനിമ, ഇത്രയൊക്കെ മതിയാകും അവരുടെ പിണക്കം മാറാൻ. എന്തായാലും ചെറിയ പിണക്കങ്ങൾ നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക.